വയനാട് മുട്ടിൽ വിവാദ മരമുറിയിൽ കണ്ടുകെട്ടിയ തടികൾ ലേലം ചെയ്യാൻ കോടതി അനുമതി. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ലേലത്തിന് അനുമതി നൽകിയത്. 45ഓളം കേസുകളിൽ വനം മരത്തടികളാണ് ലേലം ചെയ്യേണ്ടത്. 5 വർഷത്തിലേറെയായി കുപ്പാടി വനംവകുപ്പ് ഡിപ്പോയിലാണ് തടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ മരത്തടികൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ സമർപ്പിച്ച അപ്പീൽ വയനാട് ജില്ലാ കോടതി തള്ളിയിരുന്നു. 49ഓളം കേസുകളിൽ 45 കേസുകളിൽ പിടികൂടി സൂക്ഷിച്ചിരിക്കുന്ന തടികളാണ് ലേലം ചെയ്യാൻ അനുമതി നൽകിയത്. 112 മരങ്ങളുടെ തടികളാണ് വനം ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മരമുറി കേസിലെ വിചാരണ കോടതി കൂടിയായ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വനംവകുപ്പിന് അനുമതി നൽകിയത്. മരങ്ങൾ തങ്ങളുടേതെന്ന് തെളിയിക്കാൻ കേസിലെ പ്രതികളായ സഹോദരങ്ങൾ ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്ക് ഒരു കീറക്കടലാസ് പോലും തെളിവായി ഹാജരാക്കാനായില്ലെന്ന് ജില്ലാ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഉടമകൾ കൂടിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ. തുടർന്നാണ് മരങ്ങൾ ലേലം ചെയ്യാൻ വീണ്ടും വനം വകുപ്പ് വിചാരണ കോടതിയിൽ നിന്നും അനുമതി തേടിയത്. വർഷങ്ങളായി മഴയും വെയിലും ഏറ്റുകിടന്ന തടികൾ ബഹുഭൂരിപക്ഷവും നശിച്ചു കഴിഞ്ഞു. ലേല നടപടികൾ പൂർത്തിയാക്കി കണ്ടുകെട്ടിയ മരങ്ങളുടെ വിൽപ്പന നടത്തണം. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടും. ജനം, വയനാട്.